ഹലോ ഫ്രണ്ട്സ്, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എന്ന യൂട്യൂബ് ചാനലിൻ്റെ 13th എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബയോകെമിസ്ട്രി ആൻഡ് ക്ലിനിക്കൽ പതോളജിയിൽ നിന്നുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഇന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വൈറ്റമിനെ കുറിച്ചാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. വൈറ്റമിൻ കെ ഈസ് നെസസറി ഫോർ ഡാഷ്. ചോയ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് പ്രിവെൻഷൻ ഓഫ് റിക്കറ്റ്സ്, പ്രിവെൻഷൻ ഓഫ് പെർണീഷ്യസ് അനീമിയ, ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ, ഫോർമേഷൻ ഓഫ് DNA. അതിൽ ഫസ്റ്റ് ചോയ്സ് റിക്കറ്റ്സ് ആണ്. റിക്കറ്റ്സ് നമുക്കറിയാവുന്ന പോലെ തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് റിക്കറ്റ്സിന് കാരണമാകുന്നത്. വൈറ്റമിൻ ഡി ആണ് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അബ്സോർപ്ഷനെ സഹായിക്കുന്നത്. ഫുഡിൽ നിന്നുള്ള കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് അയോൺസിൻ്റെ അബ്സോർപ്ഷനെ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, അതായത് സിംറ്റംസ് ഓഫ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് സോഫ്റ്റനിങ് ആൻഡ് വീക്കനിങ് ഓഫ് ദി ബോൺസ് ആണ്. റിക്കറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വൈറ്റമിൻ ഡി ആണ്. അപ്പോൾ അതല്ല നമ്മുടെ ഉത്തരം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് പെർണീഷ്യസ് അനീമിയ എന്നതാണ്. പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്നതിന് വേറൊരു പേരാണ് എഡിസൺസ് അനീമിയ. അതിന് എഡിസൺസ് അനീമിയ എന്ന് പറയുന്നത് RBCയുടെ കൗണ്ട് കുറയുന്ന അവസ്ഥയാണ്. റെഡ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ട് കുറയുന്ന അവസ്ഥ. അതിന് കാരണമാകുന്നത് വൈറ്റമിൻ B12 ഇൻടേക്ക് കുറയുമ്പോൾ, അല്ലെ അബ്സോർപ്ഷൻ കുറയുമ്പോഴാണ് RBCയുടെ കൗണ്ട് കുറയുന്നു. ആ ഒരു സിറ്റുവേഷനെയാണ് പെർണീഷ്യസ് അനീമിയ എന്ന് പറയുന്നത്. ഇതിന് കാരണമാകുന്ന രണ്ട് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ വീക്കൻഡ് സ്റ്റൊമക് ലൈനിങ് ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. പെർണീഷ്യസ് അനീമിയ യൂഷ്വലി ഈസി ടു ട്രീറ്റ് വിത്ത് വൈറ്റമിൻ B12 ഇഞ്ചക്ഷൻ ഓർ ടാബ്ലറ്റ്. ഇഞ്ചക്ഷൻ കൊണ്ടോ ടാബ്ലറ്റ് കൊണ്ടോ നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നത്, അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ചോയ്സിൽ നെക്സ്റ്റ് തന്നിരിക്കുന്നത് ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ എന്നുള്ളതാണ്. നമുക്കറിയാം വൈറ്റമിൻ കെ ഹെൽപ്പ് ടു റെഗുലേറ്റ് ദി പ്രോസസ് ഓഫ് ബ്ലഡ് കോയാഗുലേഷൻ by assisting the conversion of certain coagulation factors into their mature form. Without vitamin K, our body would not able to control clot formation. Vitamin K is necessary. Vitamin K is necessary for the formation of prothrombin and other clotting factors. So, vitamin K is otherwise known as blood clotting vitamin. Here the correct answer is vitamin K is necessary for the formation of prothrombin. നെക്സ്റ്റ് ചോയ്സ് ആയിട്ട് തന്നിരിക്കുന്നത് ഫോർമേഷൻ ഓഫ് DNA എന്നതാണ്. DNA ഫോർമേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് സൈനക്കോബലാമിൻ ഓർ വൈറ്റമിൻ B12 ആണ്. ബിക്കോസ് വൈറ്റമിൻ B12 ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ DNA സിന്തസിസ് ആൻഡ് എൻഷുർ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി ഓഫ് ഇമ്പോർട്ടൻറ്റ് റീജിയൻ ഓഫ് ക്രോമസോംസ് സച്ച് ആസ് സെൻട്രോമിയേഴ്സ് ആൻഡ് സബ്ടെലോമെറിക് DNA. സോ DNA സിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ആണ്. B12 ഓർ സൈനക്കോബലാമിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദി പെല്ലഗ്ര പ്രിവെൻറ്റീവ് ഫാക്ടർ ഇൻ ദി വൈറ്റമിൻ ബി കോംപ്ലെക്സ്. ചോയ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അയനോസിറ്റോൾ, പാൻറ്റോതെനിക് ആസിഡ്, റൈബോഫ്ലാവിൻ ആൻഡ് നിയാസിൻ. പെല്ലഗ്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെഫിഷ്യൻസി ഡിസീസ് കോസ്ഡ് ബൈ ദി ലേക്ക് ഓഫ് ഡാഷ്. അതാണ് അറിയേണ്ടത്. ദി ഡെഫിഷ്യൻസി ഓഫ് ഡിസീസ് കോസ്ഡ് ബൈ ദി ലേക്ക് ഓഫ് നിക്കോട്ടിനിക് ആസിഡ് ഓർ ഇറ്റ്സ് പ്രിക്കോസോർ ട്രിപ്റ്റോഫാൻ ഇൻ ദി ഡയറ്റ്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡെർമറ്റൈറ്റിസ്, ഡയറിയ ആൻഡ് മെൻ്റൽ ഡിസ്റ്റർബൻസസ്. ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് പെല്ലഗ്ര. സോ ദി ആൻറ്റി-പെല്ലഗ്ര വൈറ്റമിൻ ഓർ പെല്ലഗ്ര പ്രിവെൻറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് നിയാസിൻ ഓർ നിക്കോട്ടിനിക് ആസിഡ് ആണ്. നിയാസിൻ ഈസ് എ ബി വൈറ്റമിൻ ദാറ്റ് ഈസ് മെയ്ഡ് ആൻഡ് യൂസ്ഡ് ബൈ ബോഡി ടു ടേൺ ഫുഡ് ഇൻറ്റു എനർജി. ഇറ്റ് ഹെൽപ്പ് ടു കീപ് നെർവസ് സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് സ്കിൻ ഹെൽത്തി. Niacin or vitamin B3 is often part of daily multivitamin, but most people get enough niacin from our food. അപ്പോൾ anti-pellagra vitamin is vitamin B3, that is niacin or nicotinic acid. The third question is keratin is a dash. Choice hormone, structural protein, glutathione, peptone. Here keratin is a structural protein. The major function of structural protein is it gives
shape and support to tissues, cells and subcellular structures. The structural protein is also known as fibrous protein. It is a necessary component of our body. The other structural proteins are collagens and elastin. About 3 structural proteins are there. The first one is collagen, then keratin, then elastin. The fourth question is, phytomenadione is used to treat dash. Choice: hematuria, cystic fibrosis, hemorrhagic diseases of newborn, agranulocytosis. Here the correct answer is phytomenadione is used to treat hemorrhagic diseases of newborn എന്നതാണ്. Phytomenadione is also known as vitamin K1 or phyloquinone. It is vitamin found in food and used as a dietary supplement. As a supplement, it is used to treat certain bleeding disorders. These include warfarin overdose, vitamin K deficiency, and obstructive jaundice. The fifth question is, pancreatin is used therapeutically for dash. Choice: cough, pneumonia, cystic fibrosis, kidney failure. The answer: pancreatin is used therapeutically for the treatment of cystic fibrosis. Pancreatin is also used to treat digestive problems that result when the pancreas has been removed or is not working well. The next question is, blood clotting can be prevented by dash. Choice: sodium chloride, potassium chloride, sodium citrate, lithium chloride. Question again, blood clotting can be prevented by dash. Answer: sodium citrate. Sodium citrate is an anticoagulant used during blood collection. The citrate forms a complex with the calcium, resulting in decreased ionized calcium and a hypocalcemic state, thus to prevent clotting. The seventh question is, the conversion of beta carotene to vitamin A is carried out in the dash. Choice: liver, pancreas, spleen, thymus. Question again, the conversion of beta carotene to vitamin A is carried out in the dash. Answer: the conversion of beta carotene to vitamin A is carried out in liver. Beta carotene is converted into vitamin A in the liver. 2 molecules of vitamin A are formed from 1 molecule of beta carotene. The eighth question is, progesterone is derived mainly from dash. Choice: estrone, testosterone, corpus luteum, chorionic gonadotropin. Question again, progesterone is derived mainly from dash. Progesterone is derived mainly from, answer is corpus luteum. The primary hormone produced from the corpus luteum is progesterone, but it is also produced inhibin A and estradiol. Ninth question, a deficiency of which of the following vitamin can cause night blindness? Choice: vitamin D, vitamin K, vitamin A, vitamin E. Question again, deficiency of which of the vitamin cause night blindness? Answer: vitamin A. The body cannot create retinal in sufficient amount, so a diet low in vitamin A leads to a decreased amount of rhodopsin in the eye, as the retinal is inadequate to bind with the opsin and thus to occur night blindness. Here the right answer is vitamin A. The 10th question is, the main carbohydrate of the blood is dash. Choice: D fructose, mannitol,
D-glucose and sorbitose. The main carbohydrate of the blood is answer D-glucose. D-glucose is the short form of dextrorotatory glucose. It is one of the two stereoisomers of glucose and is the one that is biologically active. It occurs in plants as the product of photosynthesis. In animals and fungi, it is the result of the breakdown of glycogen. In human, it is present in blood and urine, in which the normal clinical value are 75 to 150 mg per dilution for blood and 50 to 300 mg per 24 hours for urine.